ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നത് ദർമ റോളറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ദർമ റോളർ ഞാൻ വാങ്ങിയിട്ട് ഒരു വർഷമായി, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തത് ലാസ്റ്റ് 1 മന്താണ് യൂസ് ചെയ്തത്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി വൺസ് ആണ് യൂസ് ചെയ്തത്. ലാസ്റ്റ് മന്ത് വീക്ക്ലി വൺസ് യൂസ് ചെയ്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ സ്കിൻ പ്രോബ്ലംസിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ദർമ റോളർ. ഡെർമറോളർ ഇപ്പോൾ നിങ്ങൾക്ക് കുരു വന്നിട്ടുള്ള പാട് പോവാതെ കിടക്കുന്നുണ്ടെങ്കിൽ, പിന്നെ എക്നെ സ്കാർസ് ഉണ്ടെങ്കിൽ, പിന്നെ പിഗ്മെൻറ്റേഷൻ പ്രോബ്ലം, ഏജിങ് പ്രോബ്ലം, അങ്ങനെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഡെർമറോളർ. അപ്പോൾ ഞാൻ ആദ്യം കുറേ വീഡിയോസൊക്കെ കണ്ട് കുറേ റിവ്യൂസൊക്കെ നടത്തിയിട്ട് അവസാനം വാങ്ങിയതാണ് ഡെർമറോളർ. പക്ഷേ ഞാൻ ഭയങ്കര മടിയായിട്ട് യൂസ് ചെയ്തില്ല. എന്നിട്ട് ലാസ്റ്റ് മന്ത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ഡിഫറൻസ് ശരിക്കും ഈ പാടുകളൊക്കെ പോകാൻ വേണ്ടി ശരിക്കും ഡിഫറൻസ് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഡെർമറോളർ 0.5 mm ആണ്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണെങ്കിൽ 0.5 mm തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇത് നല്ല ഒരു പാക്കേജിലാണ്, സേഫായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പാക്കേജിങ് ആണ്. അപ്പോൾ അത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ പറയാനുള്ളത്, ഡെർമ റോളർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡെർമ റോളർ വേറൊരാൾക്കും ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഡെർമ റോളർ സാനിറ്റൈസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ആൽക്കഹോളിൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഡെറ്റോൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ സാനിറ്റൈസ് ചെയ്യണം. ഞാൻ ഡെറ്റോൾ വെള്ളത്തിലാണ് സാനിറ്റൈസ് ചെയ്യൽ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ഡെറ്റോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിലൊരു 5 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പം ഡെർമ റോളർ സാനിറ്റൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് സാനിറ്റൈസ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഡെർമ റോളർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡെർമ റോളർ വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കരുത്. പിന്നെ ഹെയറിന് ഡെർമ റോളർ യൂസ് ചെയ്യാം, ഹെയർ ഫോളിന്, ഡാൻഡ്രഫിനൊക്കെ ഡെർമ റോളർ യൂസ് ചെയ്യാം. ഫേസിൽ യൂസ് ചെയ്യുന്ന സെയിം ഡെർമ റോളർ തന്നെ ഹെയറിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഡിഫറെൻ്റ് ആയിട്ട് വെക്കണം. വേറെ 2 എണ്ണം വാങ്ങിയിട്ട് ഡിഫറെൻറ്റ് ഡെർമ റോളർ യൂസ് ചെയ്യണം. പിന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ 0.5 mm ആണ് യൂസ് ചെയ്യുന്നത് നല്ലത്. ഇത് 1 mm, 0.25 mm അങ്ങനെ ഡിഫറെൻറ്റ് സൈസിൽ വരുന്നുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിൽ 0.5 mm ആണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഡെർമ റോളറിൻ്റെ നീഡിൽ ടൈറ്റാനിയം നീഡിലായിരിക്കണം, സ്റ്റീൽ നീഡിൽ ആവരുത്. പിന്നെ സർജിക്കൽ നീഡിൽസ് വെച്ചിട്ടൊക്കെ ഡെർമ റോളർ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ നീഡിലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഡെർമ റോളർ വാങ്ങാൻ. ടൈറ്റാനിയം തന്നെ ആവണം ഡെർമ റോളറിൻ്റെ നീഡിൽ. പിന്നെ ഡെർമ റോളർ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്ത്, മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത്, ഫേസിൽ ഒരു മേക്കപ്പ് ഉണ്ടാവാൻ പാടില്ല, ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഡെർമ റോളർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സാനിറ്റൈസ് ചെയ്യാൻ വെച്ച് നമുക്കിതന്നെ എടുത്തിട്ട് ഇതിപ്പോൾ നനഞ്ഞിരിക്കുകയാണ്. ഒരു കുറച്ച് സമയം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഓക്കെ. അപ്പോൾ ഡെർമ റോളർ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആക്റ്റീവായിട്ട് ആക്നെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ വേദന ഇവിടെ ഒരു ആക്നെ ഉണ്ട്, അങ്ങനെ ആക്റ്റീവായിട്ട് ആക്നെ ഉണ്ടെങ്കിൽ അവിടെ ഡെർമ റോളർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കൂടുതൽ സ്പ്രെഡ് ആവും. ഈ മാർക്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് യൂസ് ചെയ്യാം, പക്ഷേ കുരുവിൻ്റെ മുകളിൽ ഒരിക്കലും ഡെർമ റോളർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്, നമുക്കിനി യൂസ് ചെയ്യാം. നമ്മൾ 4 ഡയറക്ഷനിലാണ് ഇത് യൂസ് ചെയ്യാം. വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, പിന്നെ 2 ഡയഗണൽ സൈഡായിട്ട്. ഇപ്പോൾ വെർട്ടിക്കലിൽ 5 ടൈംസ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹൊറിസോണ്ടലിയും ഡയഗണലിയും 5 ടൈംസ് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ പോർഷൻസ്, സ്മോൾ പോർഷൻസിലായിട്ട് വേണം ചെയ്യാൻ. ആദ്യം ഇവിടെ ചെയ്യുമ്പോൾ 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 അങ്ങനെ ചെയ്യണം. എല്ലാ സൈഡിലും, എല്ലാ ഭാഗത്തും അങ്ങനെ ചെയ്യാം. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4
5. ഇനി ഇവിടെ ചെയ്യാം. ഇവിടെ ഒരു കുരുണ്ട്, അവിടെ ചെയ്യുന്നില്ല, അതിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. അങ്ങനെ തീരെ പ്രഷർ കൊടുക്കാതെ ഫേസിൽ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സൈഡിൽ മാത്രം ചെയ്യാം. ഞാനിങ്ങനെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാത്ത സ്ഥലത്തൊന്നും ചെയ്യലില്ല. അങ്ങനെ എല്ലാ സൈഡിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്യാം. ചെയ്യുന്നതിൻ്റെ മുന്നേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, നല്ലോണം സാനിറ്റൈസ് ചെയ്യണം. പിന്നെ ഫേസ് ഫുള്ള് ക്ലീൻ ആയിരിക്കണം, മേക്കപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പിന്നെയും സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെയിം വെള്ളത്തിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെക്കുക കുറച്ച് നേരം. ഇത് നമുക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാൻ പറ്റും. വീക്ക്ലി വൺസ് യൂസ് ചെയ്താലും മതി. നിങ്ങൾക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ മതി. 2 വീക്കിൽ വൺസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്കൊരു സ്കിൻ പ്രോബ്ലം ഇല്ല പക്ഷെ വെറുതെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താൽ മതി. ഡെർമാറോളർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വിറ്റമിൻ സി സെറം യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു വിറ്റമിൻ സി സെറം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വിറ്റമിൻ സി സെറം യൂസ് ചെയ്തിട്ട് ഡെർമാറോളർ ഒന്നും കൂടി യൂസ് ചെയ്യാം. വേണമെങ്കിൽ യൂസ് ചെയ്യാം, യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ, നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഡെർമാറോളർ യൂസ് ചെയ്ത് കുറച്ച് 24 hours ഇന്നിപ്പോൾ ഡെർമാറോളർ യൂസ് ചെയ്താണെങ്കിൽ ഇനി മേക്കപ്പ് യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. ഇന്ന് മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. 24 hours മേക്കപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിറ്റമിൻ സി യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഡെർമാറോളർ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കിയിട്ട് ആദ്യം 0.5 mm വാങ്ങി യൂസ് ചെയ്യുക. ബിഗിനേഴ്സ് ആണെങ്കിൽ 0.5 mm വാങ്ങി യൂസ് ചെയ്യാം. സ്ലോലി ചെയ്യണം, ഭയങ്കര പ്രഷർ കൊടുത്ത് ചെയ്യാൻ പാടില്ല, ജെൻറ്റിലായിട്ട് ചെയ്യണം. അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ ഇത് ശരിക്കും റിസൾട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വന്ന റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണിച്ചു തരാം. ശരിക്കും ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഡെർമാറോളർ റിസൾട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നിങ്ങൾ ഈ മന്ത് യൂസ് ചെയ്ത് ഈ മന്ത് തന്നെ ഫുൾ കംപ്ലീറ്റ് മാർക്സ് ഒന്നും പോകുന്നു വിചാരിക്കരുത്. പക്ഷേ കുറവുണ്ടാവും, നല്ല കുറഞ്ഞു വരുന്നത് പോലെ തോന്നും. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 months യൂസ് ചെയ്താലേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് 1 month ആയിട്ടേ ഉള്ളൂ. 1 monthനുള്ളിൽ എനിക്ക് വന്ന ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പോൾ 2-3 months കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഫുൾ പോയാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നല്ല സ്കാർസ് ഉള്ള ആക്നെ, നല്ല കുഴിക്കുഴിയുള്ള ആൾക്കാരാണെങ്കിൽ 1 mm ആണ് ബെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് 0.5 സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് 1 mm പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരും. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. യൂസ് ചെയ്ത് നോക്കിയിട്ട് മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, മാറ്റമില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എനിക്ക് മാറ്റം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എല്ലാവർക്കും മാറ്റം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാറ്റം ഉണ്ടെങ്കിലും മാറ്റം ഇല്ലെങ്കിലും
കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.